പരസ്പരം ഒരുമിച്ച് ജീവിച്ചിട്ടും പാർട്ട്നേഴ്സിനിടയിൽ എപ്പോഴും സ്നേഹം തോന്നാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? പലരുടെയും പ്രശ്നമാണത്. ഞങ്ങൾക്കിടയിൽ വലിയ ഇഷ്ടമാണ്, പക്ഷേ അത് ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നില്ല എന്നത്. ശരിക്കും ലവ് അഥവാ സ്നേഹം എന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ഈ ഡോപ്പമിൻ ആവട്ടെ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ എന്തെങ്കിലും ഫീൽ ചെയ്യുകയോ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുക, റിവാർഡ് തരിക, ഇത്തരം സന്ദർഭങ്ങൾ മാത്രമാണ് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹം ലവ് അല്ല പോയിട്ടുള്ളത്, ആ ഡോപ്പമിൻ വരുന്ന അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് കുറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, റൊമാൻസ് അഥവാ പ്രണയം എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നില്ല. നമ്മൾ പുറത്തു നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ, സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ വരികയും അതിനെ തുടർന്ന് മാത്രം ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമാണ് റൊമാൻസ് എന്ന് പറയുന്നത്. ഈ റൊമാൻസ് ഫീൽ ചെയ്യാൻ ഞാൻ 3 ടിപ്സ് പറയാം. ഒന്ന്, പാർട്ട്നേഴ്സിനിടയിലുള്ള എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മളൊരു നോവൽറ്റി, ഒരു പുതുമക്കുള്ള സാധ്യത കൊണ്ടുവരിക. നമ്മുടെ സംസാര രീതി, ഡ്രസ്സിങ്, കോസ്റ്റ്യൂം, ഈവൻ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്പേസിൽ വരെ ഒരു പുതുമ കൊണ്ടുവരിക. രണ്ടാമത്തേത്, പാർട്ട്ണറെ എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യുക. 1 or 2 വീട്ടിൽ ഒതുക്കിയാലും കുഴപ്പമില്ല, അതൊരു കൾച്ചറായിട്ട് മാറണം. മൂന്നാമത്തേത്, നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി മാത്രമായി ഒരു സമയം കാണുക. ഒരു ഡേറ്റിംഗ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മളതിന് സമയം കണ്ടെത്തുക. ഇതൊക്കെ നമ്മളുടെ ബ്രെയിനിലുണ്ടാക്കുന്ന ഡോപ്പമിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പാർട്ട്ണറോട് നമുക്ക് റൊമാൻസ് തോന്നാൻ, പാർട്ട്ണർക്ക് നമ്മളോടും സ്നേഹവും റൊമാൻസും തോന്നാൻ ഇതൊക്കെ കാരണമാണ്. സോ പരിഹാരം വളരെ സിമ്പിളാണ്. ലവ് ഈസ് എ കെമിസ്ട്രി. ആ കെമിസ്ട്രിക്ക് ഒരു ആക്ടിവേഷൻ നിർബന്ധമാണെന്ന് ചുരുക്കം.